ബാലചന്ദ്രന് സീരിയസ് ആണെന്ന് അറിഞ്ഞുകൊണ്ട് അലീന കുളത്തൂപ്പുഴയിൽ നിന്നും ഓടി പാലായിലേക്ക് വരുന്നുണ്ട്. അവിടെ വന്ന് വെന്റിലേറ്ററിൽ കിടക്കുന്ന ബാലചന്ദ്രനെ അലീന ഒരു നോക്ക് കാണുന്നുണ്ട്. ചങ്ക് പിടഞ്ഞുകൊണ്ടാണ് അലീന പുറത്തേക്ക് വരുന്നത്. വൈജയും കമലയും പിള്ളാരും അതുപോലെ മനുവേട്ടനും ഹരിയേട്ടനും ഹരിശങ്കറും ഹരിയല്ല കേട്ടോ, ശിവശങ്കർ മേനോനും എല്ലാവരും വാതിൽക്കൽ തന്നെ ഉണ്ടായിരുന്നു. ഗോവർദ്ധനും ഭാര്യയും ഗോവർദ്ധന്റെ ഭാര്യയുടെ ചേച്ചിയും അങ്ങനെ എല്ലാവരും ബാലന്റെ ഈ ദുഃഖവാർത്ത അറിഞ്ഞുകൊണ്ട് അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. നിമിഷങ്ങൾക്കകം തന്നെ ഡോക്ടർ വന്ന് പറയുന്നുണ്ട്, ബാലചന്ദ്രൻ ഈ ലോകത്തോട് വിട പറഞ്ഞു. ഇനി ഒരിക്കലും നമുക്ക് ബാലചന്ദ്രനെ കിട്ടില്ല എന്ന് അദ്ദേഹം വിഷമത്തോട് പറയുന്നുണ്ട്. ഡോക്ടർ ശർമ്മയായിരുന്നു ബാലചന്ദ്രനെ ചികിത്സിച്ചത്. അങ്ങനെ ബാലൻ നമ്മെ വിട്ട് പിരിഞ്ഞു പോയെന്ന് കേൾക്കുന്ന ആ നിമിഷം നമ്മുടെ ബബിതയും രോഹിയും അതുപോലെ കൃഷ്ണമോളും അലീനയും എല്ലാം ശംഖ് പൊട്ടി കരയുന്നുണ്ട്. മനു എല്ലാവരും ആശ്വസിപ്പിക്കുകയാണ്. സുലോചനയുടെ ചേച്ചിയും ഗോവർദ്ധനും എല്ലാവരും അടക്കിപ്പിടിച്ച് കരയുന്നുണ്ട്. ഇതേ സമയം ശിവശങ്കരനാണെങ്കിലോ ഡോക്ടറെ കയറിക്കണ്ട് ഫൈനലായിട്ട് ഒന്നുകൂടി ചോദിക്കുകയാണ്, ഇനിയൊരു രക്ഷയുമില്ലേ? എന്തെങ്കിലും? ഇല്ല മിസ്റ്റർ മേനോൻ, എല്ലാം കഴിഞ്ഞു. അദ്ദേഹം ഈ ലോകത്തോട് യാത്ര പറഞ്ഞു. ഇനി ഒരിക്കലും നമുക്ക് ബാലനെ കാണാൻ കഴിയില്ല എന്ന് പറയാണ്. പുറത്തിരുന്ന വൈജയന്തിയും വിങ്ങിപ്പൊട്ടി കരയുന്നുണ്ട്. കമല വൈജയെ ആശ്വസിപ്പിക്കുകയാണ്. എന്തൊക്കെയാണെങ്കിലും തന്റെ 3 കുട്ടികളുടെ അച്ഛനല്ലേ, 23 വർഷക്കാലം തന്നെ പൊന്നുപോലെ നോക്കിയിരുന്ന ഒരാളാണ്. കഴിഞ്ഞ 1 വർഷമായിട്ട് തെറ്റിപ്പിരിഞ്ഞ് നടക്കുന്നുണ്ടെങ്കിൽ പോലും അത്രയും കാലം തന്നെ പൊന്നുപോലെ കൊണ്ടുവരുന്ന ആളല്ലേ. അതുകൊണ്ട് ബാലനെ ഓർത്ത് വിങ്ങിപ്പൊട്ടി വൈജ അവിടെ നിന്ന് കരയാണ്. ഡെഡ് ബോഡി എപ്പോഴാണ് എടുക്കേണ്ടതെന്ന് ശിവൻ ചോദിക്കുന്നുണ്ട്. എന്തായാലും കൊണ്ടുവന്നതിന് ശേഷമായതുകൊണ്ട് പോസ്റ്റ്മോർട്ടം ചെയ്യണ്ട. എല്ലാ പ്രൊസീജിയർക്കും ശേഷം 10 മണിയാകുമ്പോഴേക്കും ബോഡി വിട്ടു നൽകാമെന്ന് ഡോക്ടർ ശർമ്മ പറയുന്നുണ്ട്. ശിവൻ മനുവിനോട് പറയാണ്, കുട്ടികളെല്ലാവരെയും വീട്ടിലേക്ക് എത്തിച്ചേക്ക്. ഇനിയിപ്പം ഇവിടെ ആരും നിർത്തണ്ട. അങ്ങനെ സുലോചനേനെയും അതുപോലെ കമലേനെയും വൈജയനെയും പിന്നെ കുട്ടികളെയും എല്ലാവരെയും കൂടി നേരെ കടപ്പാട്ടൊരു വീട്ടിലേക്ക് പറഞ്ഞയക്കാണ്. അലീന കരഞ്ഞുകൊണ്ടാണെങ്കിലും അവിടെ നിന്ന് പോകുന്നുണ്ട്. ബാലൻ മരിച്ചു എന്നറിയുമ്പം നമുക്ക് എല്ലാവർക്കും തന്നെ വല്ലാതൊരു വിഷമാണ്. ഇത്രയും കാലം അലീനയുടെ അച്ഛനായി ബാക്കിയുള്ള അച്ഛനായൊക്കെ നമ്മുടെ ബാലചന്ദ്രൻ നിറഞ്ഞാടുകയല്ലായിരുന്നോ? സീരിയലാണെങ്കിൽ പോലും അദ്ദേഹം വിട പറഞ്ഞെന്ന് കേൾക്കുമ്പം വല്ലാത്തൊരു മാനസിക വിഷമമാണ് കേട്ടോ. അദ്ദേഹത്തെ അങ്ങനെ മരിപ്പിക്കണ്ടായിരുന്നു. പക്ഷേ കതിര് മുമ്പോട്ടുള്ള പോക്കിന് ബാലചന്ദ്രന്റെ മരണം അനിവാര്യമാണ്. അങ്ങനെ നേരെ എല്ലാവരെയും കൂട്ടിക്കൊണ്ട് മനു കടപ്പാട്ടൂരേക്ക് പോവാണ്. ഇതേ സമയം അലീനയും കൂട്ടിക്കൊണ്ടുവന്ന സ്റ്റാൻലി ഹോസ്പിറ്റലിന് പുറത്തൊരു കാറിൽ വെയിറ്റ് ചെയ്തിരിക്കുകയായിരിക്കും. ഇതിന്റെ മുമ്പുള്ള സ്റ്റോറി ബാലചന്ദ്രൻ ഹോസ്പിറ്റലാകുന്നത് എങ്ങനെയാണെന്നും അതിനെക്കുറിച്ചുള്ള കംപ്ലീറ്റ് വീഡിയോ നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരൊന്ന് കണ്ടു നോക്കണേ. അങ്ങനെ എല്ലാവരും കടപ്പാട്ടൂരേക്ക് വരികയാണ്. സ്റ്റാൻലിയും അവർ പിന്നാലെ തന്നെ വണ്ടിയും കൊണ്ട് കടപ്പാര വീടിന്റെ മുറ്റത്ത് ഗേറ്റിന് പുറത്തായിട്ട് കാറ് നിർത്തിയിട്ട് വെയിറ്റ് ചെയ്യാണ്. ഇതിനോടകം തന്നെ പാലയിൽ മൊത്തം അറിഞ്ഞു കഴിഞ്ഞു. പാലയിലെ വലിയ ബിസിനസ്മാനായ ബാലചന്ദ്രൻ മരണപ്പെട്ടു കഴിഞ്ഞു. എല്ലായിടത്തും പോസ്റ്ററൊക്കെ പതിക്കുകയാണ്. കടകൾക്കെല്ലാം അവധി കൊടുത്തു. അങ്ങനെ ഗോവർദ്ധനും ബാക്കി എല്ലാവരും ഏകദേശം 10 മണിയൊക്കെ ആകുമ്പോഴേക്കും ബോഡിയും കൊണ്ട് വീട്ടിലേക്ക് വരികയാണ്. കരഞ്ഞു തളർന്നിരിക്കുകയാണ് അലീനയും കൃഷ്ണമോളും ബബിതയും രോഹിയും അതുപോലെ വൈജയും എല്ലാവരും. ഈ വിവരം നേരത്തെ കൂട്ടി മനു ഗംഗേട്ടനെയും രാജീവിനെയൊക്കെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവരെല്ലാവരും തന്നെ എത്തിക്കഴിഞ്ഞു. എല്ലാവരും ആകപ്പാടെ വിഷമത്തിലാണ്. എല്ലാവരും അടക്കിപ്പിടിച്ച് കരയുകയും പൊട്ടിക്കരയുകയും ചെയ്യുന്നുണ്ട്. അലീനയാണ് കേട്ടോ ഏറ്റവും അധികമായിട്ട് ദുഃഖിക്കുന്നത്. അവൾ ആദ്യമായി അച്ഛാന്ന് വിളിച്ച ആളല്ലേ. അവൾക്ക് വേണ്ടി ഒരുപാട് ത്യാഗം സഹിച്ച ആളാ. എല്ലാം അവൾ ഓർത്തുകൊണ്ട് നീർപ്പോഞ്ഞ് കരയാണ്. ഒരു സൈഡില് വൈജയും കമലയും എല്ലാവരും ഇരിക്കുന്നുണ്ട്. മറ്റൊരു സൈഡില് കുട്ടികളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അലീന കരയാണ്. മനുവും ബാക്കി എല്ലാവരും അടക്കിപ്പിടിച്ചെന്ന് കരയുന്നുണ്ട്. വൈജയുടെ അമ്മയും ഈ സമയത്ത് അവിടെ വന്നിട്ടുണ്ട്. വൈജനെ സമാധാനിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് പറയാണ്, അമ്മേ എങ്കിലും എനിക്ക് ഈ വിധി വന്നല്ലോ. ഇത്ര ചെറുപ്രായത്തില് ഞാൻ വിധവയായി പോയല്ലോ എന്ന് പറഞ്ഞുകൊണ്ടാണ് കരയുന്നത്. ആ സൈഡില് അലീന വിങ്ങിപ്പൊട്ടി കരയാണ്. പാവം അലീനമോൾ എപ്പോഴാ വന്നേ എന്ന് ചോദിക്കുമ്പോഴേക്കും ആ ഒരു സമയത്ത് പോലും വൈജ രൂക്ഷമായിട്ട് അമ്മയെ നോക്കുന്നുണ്ട്. അല്ല ഞാൻ എന്ന് പറയുമ്പം വേണ്ട, ഒന്നും പറയണ്ട. ഈ അവസ്ഥയിലായതുകൊണ്ട് അമ്മയോട് ഞാനൊന്നും പറയുന്നില്ല എന്ന് വൈജ ദേഷ്യത്തോടെ പറയാണ്. പെട്ടെന്ന് തന്നെ വൈജയുടെ അമ്മ അവിടെ നിന്ന് എഴുന്നേറ്റ് അലീനയ്ക്കരികിലേക്ക് ചെല്ലുകയാണ്. അലീനേനെ കെട്ടിപ്പിടിച്ച് കരയുന്നുണ്ട്. ഇത് കാണുമ്പോൾ വൈജയ്ക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. അമ്മ എന്നെ കെട്ടിപ്പിടിച്ചല്ലേ കരയേണ്ടത്? എന്റെ മക്കളെ ചേർത്ത് പിടിച്ചല്ലേ കരയേണ്ടത്?
എവിടുന്നോ വലിഞ്ഞു കയറി വന്ന ആ വേലക്കാരി പെണ്ണിനെ എന്തുകൊണ്ടാണ് ചേർത്ത് പിടിച്ച് കരയുന്നത്? വൈജിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. ഈ സമയത്തും നമ്മുടെ കമലയിടത്തിന്റെ വാ അടങ്ങിയിരിക്കില്ലല്ലോ. കമല പറയാണ്, കണ്ടോ വൈജെ, എന്ത് കൂത്താന്ന് നോക്കിക്കേ. നിന്നെയും നിന്റെ മക്കളെയുമല്ലേ നിന്റെ അമ്മ ചേർത്ത് പിടിക്കേണ്ടത്. എന്നിട്ട് കാണിക്കുന്നത് കണ്ടില്ലേ? എങ്ങുന്നോ വലിഞ്ഞു കയറി വന്ന ആ വേലക്കാരി പെണ്ണിനെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്നോ. എന്റെ ഈശ്വര, ഇതൊക്കെ ഇവിടെ നടക്കുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് കമല വൈജയ്ക്ക് എറുതിയിൽ എണ്ണയൊഴിച്ചു കൊടുക്കാണ്. വൈജ വീണ്ടും കരച്ചിലേക്ക് മടങ്ങിപ്പോയി. ഈ ഒരു സമയം അലീനക്കരികിലേക്ക് രോഹിയും കൃഷ്ണമോളും അതുപോലെ ബബിതയും കരയാണ്. മുത്തശ്ശി അവരെയും വന്ന് സമാധാനിപ്പിക്കുന്നുണ്ട്. മനു അലീനക്കരികിലേക്ക് വരുവാണ്. അല്ല, നിന്നെ ആരാ കൂട്ടിക്കൊണ്ട് വന്നത്? അത് പിന്നെ പപ്പയാ. ആര്? സ്റ്റാൻലി ജോസഫോ? അതെ. എന്നിട്ട് അദ്ദേഹം എവിടെ? പുറത്തുണ്ട്, ഗേറ്റിന് വെളിയിൽ വെയിറ്റ് ചെയ്യാം. എന്നെ കണ്ട കലി കയറുമായിരിക്കും അല്ലേ? ഇല്ല ഇല്ല ബനുവേട്ടാ, അങ്ങനൊന്നും പറയണ്ട. കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അല്ല, എനിക്കറിയാം, എന്നെ കാണുന്നത് എന്റെ പപ്പയ്ക്ക് ഭയങ്കര കലിപ്പാണല്ലോ എന്ന് പറയാണ്. ഈ സമയത്ത് ആ വിഷയം വേണ്ട മനുവേട്ടാ, അതങ്ങ് വിട്. ആ പുറത്തെടുക്കുന്ന ആളെ എന്റെ അച്ഛനാ. ഞാൻ ആദ്യമായി അച്ഛാന്ന് വിളിച്ച ആളാ. രക്തബന്ധത്തിനപ്പുറം ഒരു സ്നേഹബന്ധമുണ്ടെന്ന് എനിക്ക് മനസ്സിലാക്കി തന്ന ആളാ. എനിക്ക് സ്വന്തം എന്റെ അച്ഛനെ നഷ്ടപ്പെട്ട അതേ വേദനയാ എന്റെ മനസ്സിലെന്ന് പറഞ്ഞുകൊണ്ട് മനുവിന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് കരയുന്നുണ്ട്. അപ്പോഴേക്കും കമല അത് കാണുകയാണ്. കമലയ്ക്ക് അവിടെ നിന്ന് എഴുന്നേറ്റ് പോകാൻ തുടങ്ങുമ്പോഴേക്കും വൈജ ആ കയ്യിൽ പിടിക്കുകയാണ്. ഒരു സീൻ ഉണ്ടാക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് കമല അവിടെ ഇരിക്കുന്നുണ്ട്. മനുവേട്ടാ, പപ്പേനെ വിളിച്ച് കാണിക്കണ്ടേ എന്ന് പറയുമ്പോൾ വേണ്ട, പുറത്ത് അങ്കിളൊക്കെ നിപ്പുണ്ട്, അതിനിടയ്ക്ക് പപ്പ വന്നാൽ അത് വിഷയമാവില്ലേ എന്ന് ചോദിക്കാണ്. അങ്ങനെ ഏകദേശം 12 മണിയൊക്കെ ആകുമ്പോഴേക്കും ഡെഡ് ബോഡി എടുക്കാനുള്ള സമയമായിട്ടുണ്ട്. അപ്പോഴേക്കും അലീന ഫോണിൽ സ്റ്റാൻലിയെ വിളിക്കാണ്. പപ്പ ബോഡി എടുക്കാറായി, അകത്തേക്ക് വരുന്നില്ലേ? ഞാനിപ്പോൾ വന്നാൽ ശരിയാവില്ല, പുറത്തേക്ക് കൊണ്ടുവന്ന സമയത്ത് ഞാൻ കണ്ടോളാം എന്ന് പറഞ്ഞുകൊണ്ട് സ്റ്റാൻലി വാതിൽക്കൽ തന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കാണ്. അങ്ങനെ ബോഡി കൊണ്ടുപോകുമ്പം ആ വീട്ടിലാകെപ്പാടെ ഒരു അലമുറിട്ട ശബ്ദവും കാർച്ചയും മാത്രമേ കേൾക്കാനുള്ളൂ. പാവം കൃഷ്ണമോളും ബബിതയും രോഹിയും ഒക്കെ ഇത്ര ചെറുപ്പത്തിൽ തന്നെ ഒരു അനാഥരായി പോയല്ലോ. അങ്ങനെ എല്ലാവരും അലമുറിട്ട് കരയാണ്. ബാലചന്ദ്രൻ ഈ ലോകത്തോട് വിട പറഞ്ഞു. ഇത്രയും തൻ്റെ ആയുസ് മുഴുവനും കഷ്ടപ്പെടാൻ വേണ്ടി മാത്രമായിരുന്നല്ലോ ആ ഒരു ജീവിതം. താൻ ഇഷ്ടപ്പെട്ടവർക്ക് വേണ്ടി കഷ്ടപ്പെട്ട് എല്ലാം ഉണ്ടാക്കി അധ്വാനിച്ചു. പക്ഷെ അവസാന നാളുകളിൽ ഏറ്റവും അധികം മനസ്സ് വേദനിച്ചാണ് ആ പാവം യാത്രയായത്. അങ്ങനെ എല്ലാവരും അവിടെ അടക്കിപ്പിടിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വന്നു നിന്ന അയൽപക്കക്കാരും സുഹൃത്തുക്കളും ബന്ധുമിത്രാദികളും എല്ലാവരും പോയി കഴിഞ്ഞു. ഇനിയിപ്പോൾ അത് കുടുംബക്കാർ മാത്രമാ. എല്ലാവരും അകത്തും അങ്ങിങ്ങാട്ടൊക്കെ ഇരിക്കുന്നുണ്ട്. പുറത്തപ്പോ വലിയൊരു ചർച്ച നടക്കുകയാണ്. ഗംഗേട്ടനും രാജീവനും ശിവനും അതുപോലെ മനുവും പിന്നെ നമ്മുടെ മാമച്ചായനും ഗ്രേസമ്മയും വന്നിട്ടുണ്ടായിരുന്നല്ലോ. മാമച്ചായനും അതുപോലെ എല്ലാവരും കൂടി വട്ടം കൂടി ഇരിക്കുകയാണ്. ഗോവർദ്ധനുമുണ്ട് കൂടെ. ഇനിയിപ്പോൾ ഭാവി കാര്യങ്ങൾ, അതാണ് അവരുടെ ചിന്തയില്. ഇനിയിപ്പം 16 നടത്തണം, അങ്ങനെ കുറെ കർമ്മങ്ങളൊക്കെ ഉണ്ട്, അതെല്ലാം ചെയ്യണ്ടേ. പിന്നെ രോഹിത് ഉണ്ടല്ലോ മകനായിട്ട്, അവൻ വേണം എല്ലാ കടമകളും നിർമ്മിക്കാൻ. അലിനയുടെ കാര്യം അപ്പൊ എങ്ങനായെന്ന് ഗംഗേട്ടൻ ചോദിക്കാണ്. മനു പറയുന്നുണ്ട്, അവൾ ഇന്ന് തന്നെ മടങ്ങിപ്പോവായിരിക്കും. അപ്പൊ ശിവൻ പറയാണ്, അതെങ്ങനെ ശരിയാവും? അവൾ ഇന്ന് തന്നെ മടങ്ങിപ്പോയാ എന്ത് ചെയ്യും? ഇവിടെ ആരെങ്കിലും വേണ്ടേ? മനു പറയുന്നുണ്ട്, അതിന് ആന്റി സമ്മതിക്കുമോ അങ്കിളെ? ആന്റി ഒരിക്കലും അതിന് സമ്മതിക്കില്ല. അവളോട് നിൽക്കുന്നോളം കലിപ്പ് ആന്റിക്ക് വേറൊന്നുമില്ല. അവളിങ്ങോട്ട് വന്ന് കയറിയപ്പോ തന്നെ ഇത്രയും സംഭവത്തിനിടയിലും ആന്റിയുടെ മുഖം എല്ലാവരും കണ്ടതല്ലേ. പിന്നെ എന്തിനാ ആ പാവത്തിനെ വിളിച്ചിവിടെ കൊണ്ട് നിർത്തിയിട്ട് വെറുതെ വായിലിരിക്കുന്ന കേൾപ്പിക്കുന്നത്? അതല്ല മനു, ആ കുട്ടികൾക്ക് ഒരാശ്വാസം വേണമെങ്കിൽ അലീന വേണം കൂടെ. വൈജനെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അവൾ എന്തൊക്കെയാലും ആ കുട്ടികൾക്കൊരാശ്വാസം ആകില്ല. വേറെ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ആ കുട്ടികളുടെ മനസ്സ് തണുക്കില്ല. 3 പേരും വല്ലാത്ത ഷോക്കിലാ. ഇത്ര പെട്ടെന്ന് ഇങ്ങനെ സംഭവിക്കുമെന്ന് അവരാരും കരുതിയില്ലല്ലോ. ഇന്നലെ വരെ കൂടെ ഉണ്ടായിരുന്ന അച്ഛനല്ലേ ഇന്ന് പെട്ടെന്ന് ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ആരറിഞ്ഞു എന്ന് പറയുന്നുണ്ട്. എങ്കിലും അവൾ നിൽക്കുമെന്ന് തോന്നുന്നില്ല. ആ സ്റ്റാൻലി ജോസഫ് ഒരു മുരടനാണെന്ന് നിങ്ങൾക്കറിയാലോ. അയാൾ അങ്ങനെ സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമുക്കൊന്ന് റെക്കമെൻഡ് ചെയ്ത് നോക്കാം. അയാളെ ഒന്ന് വിളിക്കും മനു എന്നും പറഞ്ഞ് ഫോണിൽ വിളിക്കാൻ പറയുമ്പം മനു പറയാണ്, ഫോണിൽ വിളിക്കേണ്ട കാര്യമൊന്നുമില്ല, അയാൾ പുറത്തുണ്ട് ഗേറ്റിന് വാതിക്കെ എന്ന് പറയാണ്. ആഹാ, അയാൾ വന്നോ? എന്നിട്ടെന്താ അകത്തേക്ക് കയറി വരുന്നത്? അത് പിന്നെ നിങ്ങളെല്ലാം ഉണ്ടല്ലോ, പിന്നെ വൈജാന്റിയും കാണണ്ടെന്ന് കരുതി പുറത്തു തന്നെ ഇരുന്നതാ. നീ പോയെങ്കിൽ അയാളെ വിളിച്ചിട്ട് വാ. ഇല്ല, ഞാൻ അങ്ങോട്ടേക്കില്ല. എന്നെ അവിടുന്ന് അപമാനിച്ചിറക്കി വിട്ട ആളാ, അതുകൊണ്ട് ഞാൻ അങ്ങോട്ടേക്കില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും ഗോവർദ്ധൻ പറയാണ്, എങ്കില് ഞാൻ പോയി വിളിച്ചോണ്ട് വരാം. ഗോവർദ്ധനും സത്യങ്ങളെല്ലാം അറിയാന്ന് അവർക്കെല്ലാം അറിയാട്ടോ. മാമച്ചാനും അറിയാവുന്ന അവർക്കറിയാം.
അങ്ങനെ ഗോവർദ്ധൻ പുറത്തേക്ക് പോയിട്ട് സ്റ്റാൻലി ജോസഫിനോട് അവർ വിളിക്കുന്നുണ്ട്, അങ്ങോട്ടേക്ക് വരാൻ പറയുന്നുണ്ട്. ശരിയെന്ന് പറഞ്ഞുകൊണ്ട് സ്റ്റാൻലി കാലത്തിനിരിക്കുകയാണ്. ഗോവർദ്ധനകത്തേക്ക് കയറിപ്പോയി കഴിയുമ്പം സ്റ്റാൻലി സ്റ്റീറിങ്ങിൽ തന്നെ മുറുക്കെ പിടിക്കുകയാണ്. ഇത്രയും തന്നോട് ക്രൂരത ചെയ്ത 3 പേർ, രാജീവനും ശിവനും ഗംഗേട്ടനും, ആ 3 പേരുടെ മുമ്പിലേക്കാണ് താൻ പോകാൻ പോണത്. തന്റെ മനസ്സിലുണ്ടായിരുന്ന എല്ലാ കാര്യങ്ങളും തുറന്നടിക്കണം. 3 പേർക്കുമെതിരെ തന്റെ രോഷം മൊത്തം തുറന്നു പറയണം. എന്റെ മകളെ ഇത്രയും കാലം അനാഥാലയത്തിൽ ജീവിക്കാൻ കാരണക്കാരനായ 3 പേരാണ് അവന്മാർ. അവന്മാർക്ക് ശരിക്കും ഇന്ന് പറഞ്ഞു കൊടുക്കണം ഈ സ്റ്റാൻലി ആരാണെന്ന്. അവിടെ ഇരുന്നുകൊണ്ട് തന്നെ ഒരു പെഗ് കഴിച്ചിട്ട് സ്റ്റാൻലി വള്ളിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാണ്. അങ്ങനെ സ്റ്റാൻലി കടപ്പാട്ട് ഗേറ്റ് തുറന്ന് മുറ്റത്തേക്ക് കയറി വരുന്നുണ്ട്. ഇടത് സൈഡിൽ വട്ടം കൂടിയിരിക്കുന്ന അവരുടെ നേർക്ക് സ്റ്റാൻലി നടന്നു വരുമ്പോഴേക്കും അവർ 3 പേരും ആ രൂപം കണ്ട് തരിച്ചു പോവാണ്. അന്ന് സ്റ്റാൻലി ജോസഫ് ഇത്ര മീശ, ഈ ഒരു കൊമ്പമീശൊന്നും ഇല്ലായിരുന്നു. നല്ല സുന്ദരനായിരുന്നു കാണാനായിട്ട്. കണ്ണാടിയുമില്ല. അതേ പൊക്കം, അതേ വണ്ണം, എല്ലാം അതുപോലെ തന്നെ. ബോഡിയുടെ ഫിറ്റ്നസ്സും അതുപോലെ തന്നെ കാത്തു സൂക്ഷിച്ചിട്ടുണ്ട്. ആ രൂപം കണ്ട് 3 പേരും ഒന്ന് സ്തബ്ധരായി നിൽക്കാണ്. മനു ദേഷ്യം കൊണ്ട് തല കുണിച്ച് നിൽക്കുന്നുണ്ട്. ഒരു തവണ മനു കുളത്തപ്പുഴയ്ക്ക് പോയപ്പം അലിനയുടെ കാര്യം പറഞ്ഞ് അപമാനിച്ചാണ് സ്റ്റാൻലി പറഞ്ഞയച്ചത്. അതുകൊണ്ട് മനുവിന് ദേഷ്യമാണ് അയാളോട്. മനു തല കുണിച്ചിരിക്കുകയാണ്. സ്റ്റാൻലി അങ്ങോട്ടേക്ക് വരുമ്പോഴേക്കും ഗംഗേട്ടനും അതുപോലെ രാജീവനും ശിവനും എഴുന്നേൽക്കുന്നുണ്ട്. ഹലോ സ്റ്റാൻലി എന്നും പറഞ്ഞ് 3 പേരും കഴിഞ്ഞിട്ടാണ്. 3 പേർക്കും സ്റ്റാൻലി ഷേക്ക് ഹാൻഡ് കൊടുക്കുന്നുണ്ട്. ഇരിക്കുക എന്നും പറഞ്ഞ് അയാളെ അവിടെ ഇരുത്തുന്നുണ്ട്. എന്നിട്ട് ഗംഗേട്ടനും ശിവനും രാജീവനും കൂടി മുഖത്ത് നോക്കാൻ മടിച്ചിങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ സ്റ്റാൻലി ചോദിക്കുകയാണ്, 3 പേരും എന്താ മുഖത്തേക്ക് നോക്കാത്തത്? പഴയ കാര്യങ്ങളൊക്കെ ഓർത്തിട്ടാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോഴും അവരൊന്നും മിണ്ടുന്നില്ല. ശിവൻ പറയാണ്, പണ്ട് അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി സ്റ്റാൻലി. അന്നത്തെ ആ ഒരു ചോരത്തളപ്പിന്റെ പുറത്ത്, വേണ്ട അതിനെക്കുറിച്ചൊന്നും പറയണ്ട. ചോരത്തളപ്പല്ല, അഹങ്കാരം, അന്തസ്സിന് വേണ്ടിയുള്ള ആർത്തി, അതാണ് നിങ്ങളുടെ അപ്പനും എൻ്റെ അപ്പനും ഒക്കെ ഉണ്ടായിരുന്നത്. നിങ്ങളും അതിന് കൂട്ടുന്നില്ലേ? എന്നിട്ട് എന്തുണ്ടായി എന്ന് ചോദിക്കുകയാണ്. നിങ്ങളുടെ വൈഫിനും നിങ്ങളുടെ പെങ്ങക്ക് ഞാനൊരു കുട്ടിയെ സമ്മാനിച്ചു. അതിന്റെ പേരിൽ ഈ മരണസമയത്ത് ആ ബാലചന്ദ്രൻ എന്തുമാത്രം വേദന അനുഭവിച്ചു എന്ന് നിങ്ങൾക്കറിയോ? അതെല്ലാം പോട്ടെ, നിങ്ങളുടെ പെങ്ങൾ എന്തുമാത്രം വേദനിച്ചു എന്നറിയോ? അതും പോട്ടെ, എനിക്ക് ജനിച്ച എൻ്റെ കുഞ്ഞ് ഈ ലോകത്ത് ജീവനോടെ ഉണ്ടെന്ന് പോലും എന്നോടോ വൈജിയോടെ പറയാതെ മറച്ചു വെച്ചില്ലേ? 23 വർഷക്കാലം ആ പാവം ഒരു നേരത്തെ ആഹാരം പോലും ഇല്ലാതെ ആ അനാഥാലയത്തിൽ കഴിച്ചു കൂട്ടിയില്ലേ? എൻ്റെ ബംഗ്ലാവിൽ എൻ്റെ മകളായിട്ട് ജീവിക്കേണ്ടവളായിരുന്നു അവൾ. എന്നിട്ട് അവളോട് കിടന്ന് ഉറങ്ങിയത് എവിടെയാ? വേറെ നിലത്ത് പായ വിരിച്ച്. അവള് എൻ്റെ രാജകുമാരിയെ പോലെ നല്ല വസ്ത്രം അണിച്ച് ജീവിക്കേണ്ടവളായിരുന്നു. അവൾ അണിഞ്ഞതെന്താ? വലിയോരം കൊണ്ട് കൊടുത്ത കീറിയ മുഷിഞ്ഞ ഉടുപ്പുകൾ. അതിനെല്ലാം കാരണക്കാരാരാ? നിങ്ങൾ 3 പേരും, നിങ്ങളുടെ അച്ഛനുമാ. എൻ്റെ അച്ഛനും എന്ന് പറയുന്നുണ്ട്. അന്തസ്സിനും അഭിമാനത്തിനും വേണ്ടി നിങ്ങളെല്ലാവരും കൂടി തകർത്തെറിഞ്ഞത് ഞങ്ങളുടെ ജീവിതമാ എന്ന് പറയുന്നുണ്ട്. 2 പേരുടെയും ദാമ്പത്യ ജീവിതത്തിൽ എന്താ സംഭവിച്ചത് എന്ന് ചോദിക്കുന്നുണ്ട്. ഞാനും വൈജിയും അന്ന് ഒരുമിച്ചിരുന്നെങ്കിൽ ഞങ്ങളുടെ മകളായിട്ട് ഞങ്ങളുടെ അലീന മോള് വളരുമായിരുന്നു. അവക്ക് ഈ അനാഥത്വം അനുഭവിക്കേണ്ട വരില്ലായിരുന്നു എന്ന് പറയാണ്. നിങ്ങളെല്ലാം കാരണം എൻ്റെ ജീവിതം നശിച്ചു പോയി എന്ന് പറയുമ്പം ഗംഗേട്ടൻ പറയാണ്, അന്ന് അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി സ്റ്റാൻലി. പക്ഷേ കുഞ്ഞ് ജീവനുണ്ടെന്ന് എനിക്കോ ശിവനോ രാജീവനോ അറിയില്ലായിരുന്നു. മരിച്ചു പോയെന്ന അച്ഛൻ ഞങ്ങളോട് പറഞ്ഞത്. അച്ഛൻ മരിച്ചതിന് ശേഷം അലീന വന്നു കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾക്ക് തന്നെ മനസ്സിലായത് ആ കുട്ടി ജീവനോടെ ഉണ്ടെന്ന്. അന്ന് അവിടുന്ന് വണ്ടിയിൽ കയറ്റി വലിച്ചടിച്ചുകൊണ്ട് പോകാൻ നിങ്ങളും ഉണ്ടായിരുന്നില്ലേ വൈജനെ കൊണ്ടുപോകാൻ നേരം? 3 പേരും തലയും താഴ്ത്തി നിൽക്കുകയാണ്. അന്ന് പിന്നെ അപ്പം പറഞ്ഞ് അനുസരിക്കാനല്ലേ ഞങ്ങൾക്ക് പറ്റുള്ളൂ. ഞങ്ങളുടെ അച്ഛൻ ഞങ്ങളോട് പറഞ്ഞു നോക്കിയാ ഞങ്ങൾ അനുസരിച്ചത്. തറവാടിന്റെ പേരിന് ദോഷം വരുത്തുന്ന ഒരു പരിപാടിയാണല്ലോ അവൾ ചെയ്തത്. അവളെ കൊണ്ടുവന്ന് നാട്ടിലേക്ക് കൊണ്ടുവന്ന എല്ലാവരും അറിയും അവളൊന്ന് പിഴച്ച് പ്രസവിച്ചു എന്ന്. അത് പേടിച്ചിട്ടാ അങ്ങോട്ടേക്ക് ഞങ്ങൾ കൊണ്ടുപോയതും അവിടെ വച്ച് പ്രസവിപ്പിച്ചതും എന്നൊക്കെ തലകുണിച്ചിനെ പറയുന്നുണ്ട്. ഇതെല്ലാം കേട്ടുകൊണ്ട് മനുവും മാമച്ചനും അതുപോലെ തന്നെ ഗോവർദ്ധനും മിണ്ടാതോടെ ഇരിക്കുകയാണ്. സ്റ്റാൻലിയെ ഇപ്പൊ ഇങ്ങോട്ടേക്ക് വിളിപ്പിച്ചതിന് ഒരു കാരണമുണ്ട്. എന്താണാവോ കാര്യം? അത് പിന്നെ അലിനെ കുറച്ചു ദിവസം ഇവിടെ നിർത്തണം. എന്തിന്? ഞാനെന്തിന് എൻ്റെ മോളെ ഇവിടെ നിർത്തേണ്ടത്? എൻ്റെ മോൾ എൻ്റെ കൂടെ നിൽക്കണം. എൻ്റെ ബംഗ്ലാവിൽ, സ്റ്റാൻലി ജോസഫിന്റെ ബംഗ്ലാവിൽ. ഇനിയെങ്കിലും അവൾക്ക് നഷ്ടപ്പെട്ട പോയ ജീവിതം എനിക്ക് തിരികെ കൊടുക്കണം എന്ന് പറയുന്നുണ്ട്. അതല്ല സ്റ്റാൻലി, ആ കുട്ടികൾ അലീനയുമായിട്ട് അത്തടുപ്പത്തിലാ. സ്വന്തം ചേച്ചിയല്ലേ അവർ അമ്മ പ്രസവിച്ച മോളല്ലേ അതും. അപ്പൊ അവർക്കും അതിനുള്ള അവകാശം ഉണ്ടല്ലോ. ആ കുട്ടികളിപ്പോ തകർന്നിരിക്കുക. ആ സമയത്ത് അലീന അവളുടെ കൂടെ വേണം. അതുകൊണ്ടാ.
വേണ്ട, എൻ്റെ മകളിവിടെ നിർത്തിയാൽ വീണ്ടും നിങ്ങളുടെ എല്ലാം കുത്തുവാക്ക് കേൾക്കേണ്ടി വരും. പിന്നെ ഇവിടെ പലരും അവളെ തട്ടിയെടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതിനെ സമ്മതിക്കില്ല എന്ന് മനുവിനെ ഉദ്ദേശിച്ച് പറയാണ്. മനു അപ്പോൾ ദേഷ്യം പിടിച്ചുകൊണ്ട് ഇങ്ങനെ ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നുണ്ട്. ഇതേ സമയത്ത് നമ്മുടെ ഗംഗാധരൻ പറയുന്നുണ്ട്, സ്റ്റാലി പറഞ്ഞൊന്ന് മനസ്സിലാക്കണം. അവളുടെ സാമീപ്യം ആ കുട്ടികൾക്ക് വലിയ ആശ്വാസമാണ്. ആ കുട്ടികൾ അവളുണ്ടെങ്കിലേ നല്ല നോർമലായി ഇരിക്കുള്ളൂ. എനിക്കതൊന്നും അറിയണ്ട മിസ്റ്റർ ഗംഗാധരൻ. എനിക്കെൻ്റെ മകളെ ഇന്ന് തന്നെ കൊണ്ടുപോകണം. വന്നു, ചടങ്ങ് കഴിഞ്ഞു, ഞങ്ങൾ പോവുകയാണ്, ഞങ്ങൾക്ക് പോകണം എന്ന് പറയുന്നുണ്ട്. അത് മാത്രമല്ല, വൈദ്യരുടെ സ്വഭാവം നിങ്ങൾക്കറിയാമല്ലോ. അവളെൻ്റെ മോളായിട്ട് കുത്തുവാക്കുകൾ പറയും, അനാവശ്യം പറയും, ബാഡ് വേർഡ്സ് ഒക്കെ യൂസ് ചെയ്യും. അതൊന്നും കേൾക്കാൻ എൻ്റെ മോള് നിൽക്കേണ്ട കാര്യമില്ല. ഞാനെൻ്റെ മോളെയും കൂട്ടി വൈകുന്നേരം ആകുമ്പം ഇവിടുന്ന് പോകുമെന്ന് പറയുമ്പം ഗംഗാധരൻ പറയാണ്, ഇത്രയും നാളത്തെ ഒളിച്ചുകളൊക്കെ ഒരറുതി വരുത്തണ്ടേ എന്ന് ചോദിക്കുമ്പം ഗോവർദ്ധൻ പറയാണ്, അത് ശരിയാ. അപ്പോൾ മാമച്ചായൻ പറയുന്നുണ്ട്, സ്റ്റാലി നിങ്ങളെ എനിക്ക് പരിചയമുണ്ടല്ലോ, നമ്മളെ കണ്ടിട്ടുകൊണ്ട് എന്നെ അറിയാലോ അല്ലേ? പിന്നെ എനിക്കറിയാം മിസ്റ്റർ, നിങ്ങളും ഒരു മിലിറ്ററി ഓഫീസറല്ലേ, ആ ബഹുമാനം എനിക്ക് നിങ്ങളോടുണ്ട് എന്ന് മാമച്ചനോട് പറയുന്നുണ്ട്. അപ്പം മാമച്ചൻ പറയാണ്, അലീന അനിയത്തിയെ പോലെ കരുതി നിന്ന പെൺകുട്ടിയാണ് ഞാൻ ദത്തെടുത്തത്. അത് നിങ്ങൾക്കറിയാലോ. എൻ്റെ മകളെ പോലെയാണ് ഞങ്ങളെ കൊണ്ടു നടക്കുന്നത്. എനിക്കറിയാം. അനാഥയായ പെൺകുട്ടിയോട് നിങ്ങൾ കാണിച്ച ഏറ്റവും വലിയ കരുണയാണത്. ആ കുട്ടി ഇപ്പോൾ ജീവിക്കുന്നത് ഒരു രാജകുമാരിയെ പോലെയാ. ഞാനും അത് കാണുന്നുണ്ട്. നിങ്ങൾ ഒരു ഗ്രേറ്റ് മാനാണ് എന്ന് മാമച്ചനോട് പറയുന്നുണ്ട്. മാമച്ചൻ പറയാണ്, അലീനയെ കുറിച്ച് ഇനിയെങ്കിലും നമുക്ക് ഡിസ്ക്ലോസ് ചെയ്യണ്ടേ? ഇത്രയും കാലം എല്ലാവരും മൂടിമറിച്ച രഹസ്യം നമുക്ക് തുറന്നു പറയാം. അലീന അവളുടെ മകളാണെന്ന്. കാരണം അത് പറഞ്ഞാൽ മാത്രമേ ഇനി വൈജയന്തി അലീനെ സ്നേഹിക്കുള്ളൂ. വൈജയുടെ മനസ്സിൽ അലീനോടുള്ള പകയും ദേഷ്യവും അത്രയ്ക്ക് അധികമാണ്. ഇനിയും അത് വെച്ച് താമസിപ്പിക്കാൻ പാടില്ല, അത് അപകടമാകും എന്ന് മാമച്ചൻ പറയുന്നുണ്ട്. അപ്പോൾ ഗംഗാധരൻ പറയാണ്, അതെ, അതിനെ പറ്റിയ ആൾ സ്റ്റാലി തന്നെയാ. ഇത്രയും കാലം പറയാതിരുന്നതിന്റെ കാര്യം ബാലചന്ദ്രൻ അവളെ ഡിവോഴ്സ് ചെയ്യുമെന്ന് പറഞ്ഞോണ്ടാ, ഇല്ലാത്ത പ്രശ്നമൊക്കെ ഉണ്ടാക്കുമെന്ന് പറഞ്ഞോണ്ടാ. രണ്ടുപേരും ദാമ്പത്യത്തില് ഒരു വിള്ളലുണ്ടാക്കണമെന്ന് കരുതിയാണ് ഞങ്ങൾ സത്യങ്ങളൊക്കെ മറച്ചു വെച്ചത്. വൈജിയോട് പോലും കാര്യങ്ങൾ പറയാതിരുന്നത് അതുകൊണ്ടാ. വൈജി സത്യങ്ങൾ അറിഞ്ഞാൽ അവൾ പൊട്ടിത്തെറിക്കും, അവള് രോഷാകുലിയാകും, അവള് സ്നേഹം കൊണ്ട് അലിനെ വാരിപ്പുണരും. അതൊക്കെ കാണുമ്പോൾ ബാലന് സഹിക്കാനാവില്ല. അയാൾ ഡിവോഴ്സ് ചെയ്യും. അത് പേടിച്ചാണ് ഒന്നും പറയാതെ ഞങ്ങൾ അടക്കി പിടിച്ചു വെച്ചത്. പക്ഷേ ഇനി അതിനുള്ള സമയമായി. ഇനിയെങ്കിലും വൈജി സത്യം വരണം, എങ്കിൽ മാത്രമേ അലിനിക്ക് മോചനം ഉണ്ടാവുള്ളൂ. അവളുടെ പപ്പയെ കിട്ടിയെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അവൾക്ക് എന്തൊക്കെ പറഞ്ഞാലും അവളുടെ പെറ്റമ്മ അതെന്നും വലുത് തന്നെയാ. ആ പെറ്റമ്മ അവളെ തിരിച്ചറിയണം. ആ നിമിഷം ഇന്ന് തന്നെ ആയിക്കോട്ടെ സ്റ്റാൻലി എന്ന് പറയാണ്. ഞാൻ അപ്പോൾ നേരിട്ട് വൈജിയെ കാണുന്നാണോ നിങ്ങൾ പറയുന്നത്? അത് പിന്നെ കാണാതെ പറ്റില്ലല്ലോ എന്ന് പറയുന്നുണ്ട്. വേണ്ട, നിങ്ങളൊരാൾ ആരെങ്കിലും പോയിട്ട് സത്യങ്ങൾ പറഞ്ഞാൽ മതി എന്ന് പറയുമ്പം അത് പിന്നെ വേണ്ട, എനിക്ക് വൈജിയെ കാണാനാവില്ല. 23 വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ ജീവന തുല്യം ഞാൻ സ്നേഹിച്ചതാ എൻ്റെ വൈജയനെ. എല്ലാവരും കൂടി എൻ്റെ അടുത്തുനിന്ന് അടർത്തി മാറ്റിയില്ലേ? അത് മാത്രമല്ലല്ലോ, നിങ്ങളുടെ അച്ഛൻ എന്നെ കൊല്ലാൻ വരെ നോക്കിയില്ലേ? അതിൽ നഷ്ടപ്പെട്ടത് എനിക്കെൻ്റെ സുഹൃത്തിനെയാ. 5-6 മാസം ഞാൻ കോമയിൽ കടന്നു. ആ സമയം കൊണ്ട് നിങ്ങൾ എൻ്റെ വൈദ്യുതി വിവാഹം നടത്തി. അതൊന്നും എനിക്കൊരിക്കലും മറക്കാനാവില്ല. നിങ്ങളുള്ള ദേഷ്യമൊക്കെ എനിക്ക് എൻ്റെ മനസ്സിൻ്റെ അകത്തട്ടിൽ ഒളിഞ്ഞു കിടപ്പുണ്ട്. അതൊന്നും പുറത്തെടുത്തിക്കരുത്. ഞാൻ ഒരുപാട് കൺട്രോൾ ചെയ്താണ് ജീവിക്കുന്നത്. കഴിഞ്ഞതെല്ലാം ഒരു ദുസ്വപ്നമായിട്ട് കരുതി ജീവിക്കാണ്. വീണ്ടും അതിൻ്റെ യാഥാർത്ഥ്യത്തിലേക്ക് എന്നെ കൊണ്ടുവരരുത് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ആ ഒരു സ്റ്റാലിയുടെ വാക്കിനെ മാനിച്ചുകൊണ്ട് ഗംഗാധരനും ശിവനും കൂടെ കൂടിയിട്ട് അകത്തേക്ക് പോവാണ്. അകത്തേക്ക് വൈദ്യൊരു മുറിയിൽ കരഞ്ഞു തളർന്നിരിപ്പുണ്ട്. കൂടെ തന്നെ അമ്മയും കമലയിടത്തെയും ഇരിക്കുകയാണ്. അകത്തേക്ക് കയറി വന്നിട്ട് കമലയോടും മുത്തശ്ശിയോടും നിങ്ങൾ രണ്ടുപേരും പുറത്തേക്കൊന്ന് പോകണം, വൈദ്യോട് ഞങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് എന്ന് പറയാണ്. അവർ രണ്ടുപേരും പുറത്തേക്ക് പോകുമ്പം ഗംഗേട്ടൻ കഥ കടിച്ച് ലോക്ക് ചെയ്യുന്നുണ്ട്. നിന്നോടൊരു കാര്യം പറയാനാ ഞങ്ങൾ വന്നത്. എന്താ ഗംഗേട്ടാ? അത് പിന്നെ അലീനയെ കുറിച്ചാ. വേണ്ട, അവളെക്കുറിച്ചൊരു വാക്ക് പോലും എനിക്ക് കേൾക്കണ്ട. നിങ്ങൾക്ക് എങ്ങനെ പറയാൻ മനസ്സ് വരുന്നു അവളെക്കുറിച്ച്? വൈജ, ഞങ്ങളെ പറഞ്ഞത് സമാധാനത്തോടെ നീ എന്ന് കേക്ക്. നിന്റെ മക്കൾക്ക് ഇപ്പൊ ഏറ്റവും ആവശ്യം അലീനയാണ്. അവളോടുണ്ടെങ്കിൽ നിന്റെ മക്കൾക്ക് അതൊരു സമാധാനമാവും. അവള് എന്റെ മക്കൾക്ക് സമാധാനം തരാനോ? ഗംഗേട്ടാ, ഞാൻ ആകെപ്പാടെ തകർന്നിരിക്കാം. ബാലന്റെ മരണം എന്നെ വല്ലാതെ വലച്ചു കഴിഞ്ഞു. അതുകൊണ്ട് ദയവ് ചെയ്ത് എന്നെ ഡിസ്റ്റർബ് ചെയ്യരുത്. നിങ്ങളൊന്ന് പോയി തരാവോ എന്ന് ചോദിക്കുകയാണ്. എന്നും പറഞ്ഞ് വൈജി കട്ടിലേക്ക് ഇരുന്നുകൊണ്ട് കരയുന്നുണ്ട്.
നീ എഴുന്നേക്ക്, കുറച്ച് കാര്യം എന്നോട് സംസാരിക്കാനുണ്ട്. എന്ത് കാര്യമാ എന്നോട് സംസാരിക്കാനുള്ളത് എന്ന് പറയുമ്പം ഗംഗേട്ടൻ പറയാണ്, അറിഞ്ഞോ അറിയാതെയോ ഞങ്ങളെല്ലാം നിന്നോട് വലിയൊരു തെറ്റ് ചെയ്തു. അത് മാത്രമല്ല, അത് മറച്ചു വെക്കുകയും ചെയ്തു. വലിയൊരു തെറ്റ് തന്നെയാണ് നിന്നോട് ചെയ്തത്. അതിന് ഞങ്ങളോട് മാപ്പ് തരണം എന്ന് പറയുമ്പം എന്ത് തെറ്റ് എനിക്ക് മനസ്സിലാവുന്നില്ല. 23 വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യമാണ് സ്റ്റാലി ജോസഫിനും നീയുമായിട്ടുള്ള കാര്യം. ഇനി അതൊക്കെ എന്തിനാ ഗംഗേട്ടാ പറയുന്നത്? ബാലം പോയി, ഇനി അതിനെക്കുറിച്ചൊക്കെ മറന്നു കളയണം. ഞാനും അതൊക്കെ മറന്നിട്ട് കാലം കുറെ ആയി എന്ന് പറയാണ്. ഞങ്ങൾ പറഞ്ഞത് വേറൊന്നുമല്ല വൈജ, നീ എന്നൊരു കുഞ്ഞിനെ പ്രസവിച്ചല്ലോ, ഒരു പെൺകുഞ്ഞിനെ. ആ പെൺകുഞ്ഞിനെ നിനക്കൊന്ന് കാണാൻ പോലും കഴിഞ്ഞില്ല. നീ സഡേഷനിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴേക്കും ആ കുഞ്ഞ് മരിച്ചു കഴിഞ്ഞു എന്നല്ലേ നേഴ്സ് നിന്നോട് പറഞ്ഞത്? അതെ അതെ, അതിനിപ്പോ എന്താ ഗംഗേട്ടാ എന്ന് ആകാംക്ഷയോട് ചോദിക്കാണ്. ആ കുഞ്ഞ് മരിച്ചു പോയിട്ടില്ല, അതൊരു പെൺകുഞ്ഞായിരുന്നു. നമ്മുടെ അച്ഛൻ ആ കുഞ്ഞിനെ ഒരു അനാഥാലയത്തിന് കൊടുത്തു എന്ന് പറയുമ്പം വൈജയ്ക്കത് വിശ്വസിക്കാനാവുന്നില്ല. ആ കുഞ്ഞ് വളർന്നു വലുതായി നിന്നെ കാണാൻ ഓടിയെത്തിയിട്ടുണ്ട്. അത് വേറെ ആരുമല്ല, അലീനയാണ് എന്ന് പറയുമ്പോൾ ഒരു നിമിഷം ആശങ്കയോടെ നിന്നിട്ട് വൈജി ചിരിക്കുന്നുണ്ട്. എന്താ ഗംഗേട്ടാ, രാവിലെ തന്നെ കോമഡിയായിട്ട് ഇറങ്ങിയതാണോ? അലീനെ ഞാൻ ഇനി മുതൽ കൂടെ താമസിപ്പിക്കണമായിരിക്കും ഇവിടെ. അതിനുവേണ്ടി പുതിയൊരു കള്ളത്തിലുണ്ടാക്കുവാണോ നിങ്ങൾ? ബാലം മരിച്ചു പോയല്ലോ, ഈ കള്ളം ഇനിയിപ്പോൾ പറഞ്ഞാലും ആർക്കൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് മനഃപൂർവ്വം അവൾ എൻ്റെ മകളാണെന്ന് കള്ളം പറഞ്ഞ് അവളെ എൻ്റെ അടുത്തേക്ക് ആക്കാൻ നോക്കുക അല്ലേ? അതൊന്നും നടക്കാൻ പോണില്ല. ഇത് ആരുടെ ഐഡിയ, അവളുടെയോ എന്ന് ചോദിക്കാണ്. വൈജി, ഞങ്ങൾ പറഞ്ഞ കേക്ക്, ഞങ്ങൾ പറഞ്ഞെല്ലാം സത്യമാണ്. വേണ്ട ഗംഗേട്ടാ, എനിക്കൊന്നും കേൾക്കണ്ട, എനിക്കൊന്നും പറയാനുമില്ല. എൻ്റെ മകൾ മരിച്ചു പോയെന്ന് എനിക്കറിയാം. പിന്നെ വെറുതെ ഒരു കള്ളത്തിലായിട്ട് ഇറങ്ങിയിരിക്കുക 3 പേരും കൂടി. എനിക്ക് കേൾക്കുകയേ വേണ്ട. എന്നെ ചതച്ചിട്ട് പോയ സ്റ്റാൻലി, എന്നെ ചതച്ച നിങ്ങളും എൻ്റെ അച്ഛനും എല്ലാവരും, പിന്നെ ബാലേന്ദ്രൻ, എല്ലാവരും എന്നെ ചതച്ചിട്ട് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ആരും ഒരു വാക്കും വിശ്വസിക്കാൻ ഞാൻ ഒരുക്കല്ല. ഗംഗേട്ടൻ പറയാണ്, നീ വിശ്വസിക്കുന്ന ഒരാളുണ്ട്, അയാൾ പറഞ്ഞ നീ അത് വിശ്വസിക്കും എന്നും പറഞ്ഞുകൊണ്ട് രണ്ടുപേരും പുറത്തേക്ക് പോവാണ്. അപ്പോഴേക്കും വൈജ കട്ടിലിരുന്നുകൊണ്ട് സ്വന്തമേ പറയാണ്, പിന്നെ എൻ്റെ മകൾ പോലും, അതും ആ പേഴ്ചകള് ഓരോ കള്ളക്കഥയുമായിട്ട് ഇറങ്ങിയിരിക്കുക 2 പേരും. ഞാനൊരിക്കലും വിശ്വസിക്കില്ല. അവൾ ഒരിക്കലും എൻ്റെ മകളുമല്ല. എൻ്റെ കുഞ്ഞ് മരിച്ചു പോയിട്ട് 10-23 വർഷമായി. അതിനെ ഓർത്ത് നീറാത്ത ഒരു രാത്രി പോലും ഇല്ല എന്നും പറഞ്ഞ് വൈജ അവിടെ വിഷമിച്ചിരിക്കുകയാണ്. പുറത്തേക്ക് ഇറങ്ങി വന്നിട്ട് ഗംഗേട്ടൻ സ്റ്റാലിനോട് പറയാണ്, ഞങ്ങൾ കാര്യങ്ങളെല്ലാം പറഞ്ഞു, പക്ഷെ വൈജ വിശ്വസിക്കുന്നില്ല. അലിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഞങ്ങൾ കള്ളം പറയുന്നതാണെന്നാണ് അവളുടെ വാദം. ഇനിയിപ്പോൾ സ്റ്റാൻലി പറഞ്ഞാൽ മാത്രമേ അവൾ വിശ്വസിക്കുകയുള്ളൂ. അതുകൊണ്ട് സ്റ്റാൻലി ഒന്ന് പറയുമോ എന്ന് ചോദിക്കുമ്പോഴേക്കും സ്റ്റാൻലി എഴുന്നേക്കാണ്. ഓക്കെ മിസ്റ്റർ ഗംഗാധരൻ, ഞാനൊന്ന് സംസാരിച്ച് നോക്കാം എന്നും പറഞ്ഞുകൊണ്ട് അയാൾ പടികൾ ചവിട്ടി അകത്തേക്ക് കയറുന്നുണ്ട്. 2ാം തവണയാണ് കടപ്പാട്ടൊരു വീടിൻ്റെ പടി സ്റ്റാൻലി ചവിട്ടുന്നത്. അന്ന് ഇങ്ങനെയൊന്നും അല്ല എന്ന സാഹചര്യം പക്ഷെ ആകെപ്പാടെ മാറിപ്പോയി. ഇന്നിപ്പോൾ തൻ്റെ വൈജയെ കാണാൻ വേണ്ടി താൻ പോവാണ്. 23 വർഷങ്ങൾക്കിപ്പുറം താൻ ഒരുപാട് സ്നേഹിച്ചിരുന്ന തൻ്റെ വൈജയനെ, തൻ്റെ കുഞ്ഞിനെ ചുമന്ന തൻ്റെ വൈജയനെ, തൻ്റെ പ്രാണനായിരുന്നു ഒരിക്കലവൾ. എല്ലാവരും കൂടി ചതിച്ച് എൻ്റെ കയ്യിൽ നിന്നും അവളെ അടർത്തിയെടുത്തു. അതെല്ലാം ഓർത്തുകൊണ്ട് സ്റ്റാൻലി നേരെ ആ മുറിയിലേക്ക് കടന്നു ചെല്ലുകയാണ്. അങ്ങനെ വൈജ ആ മുറിയിൽ ഇങ്ങനെ ഇരിക്കുകയായിരിക്കും കേട്ടോ. പെട്ടെന്നാണ് ഡോറിൻ്റെ ലോക്ക് തുറന്ന് നമ്മുടെ സ്റ്റാൻലി അകത്തേക്ക് കയറുന്നത്. സ്റ്റാൻലിയെ കണ്ടപാടെ വൈജ തരിച്ചു നിൽക്കുകയാണ്. 24 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ചതച്ച് തനിക്കൊരു കുഞ്ഞിനെ സമ്മാനിച്ച് കടന്നു കളഞ്ഞ ആൾ, തൻ്റെ ജീവിതം ഈ രീതിക്കാക്കിയ ആൾ, ആ സ്റ്റാൻലി ജോസഫിനെ കണ്ട് ഞെട്ടിവിറച്ച് നിൽക്കുകയാണ് വൈജ. സ്റ്റാൻലി അപ്പോഴേക്കും ഡോർ ലോക്ക് ചെയ്യുന്നുണ്ട്. അകത്തേക്ക് വൈജയുടെ അരികിലേക്ക് കടന്നു വരികയാണ്. ഉടൻ തന്നെ വൈജ അയാളുടെ ഷർട്ടിനെ കുത്തിപ്പിടിക്കുന്നുണ്ട്. ദ്രോഹി, നീ ഒറ്റൊരുത്തൻ കാരണമാണ് എനിക്ക് ഈ അവസ്ഥ ഉണ്ടായത്. ഇത്രയും വർഷം കഴിഞ്ഞ് എൻ്റെ മുമ്പിലേക്ക് വരാൻ നിനക്കെങ്ങനെ ധൈര്യം വന്നു എന്ന് ചോദിക്കുകയാണ്. എനിക്കൊരു കുഞ്ഞിനെ സമ്മാനിച്ച് എന്നെ ഉപേക്ഷിച്ച് കടന്നു കളഞ്ഞല്ലേ താൻ? എന്നിട്ട് ഇപ്പോ കയറി വന്നിരിക്കുന്നു എൻ്റെ ഭർത്താവ് മരിച്ച ദിവസം തന്നെ. തനിക്ക് എന്താണോ വേണ്ടത് എന്ന് ചോദിക്കുകയാണ്. താൻ കാരണം ഞാൻ എൻ്റെ ജീവിതത്തിൽ അനുഭവിച്ച ഡ്രോമയൊക്കെ തനിക്ക് ഓർമ്മയുണ്ടോ? ഞാൻ ഡിപ്രഷനിലേക്ക് പോയി, ആത്മഹത്യ ചെയ്യാൻ പോയി, എനിക്കെൻ്റെ കുഞ്ഞിനെ നഷ്ടപ്പെട്ടു. എല്ലാത്തിനും കാരണക്കാരൻ താൻ ഒറ്റ ഒരുത്തനാ എന്നും പറഞ്ഞുകൊണ്ട് വീണ്ടും സ്റ്റാൻലിയുടെ കോളറിന് കുത്തിപ്പിടിച്ച് കരയാണ്. സ്റ്റാൻലി ആ കോളറിൽ നിന്നും കൈയെടുക്കുന്നുണ്ട്. വൈജെ, ഒരു നിമിഷം സമാധാനമായിട്ട് ഞാൻ പറഞ്ഞത് ഒന്ന് കേൾക്കണം. നീ അറിഞ്ഞതോ കേട്ടതോ ഒന്നുമല്ല സത്യം. ഞാനും എല്ലാ സത്യങ്ങളും എനിക്ക് മനസ്സിലാക്കാൻ 24 വർഷം വേണ്ടി വന്നു.
ഇപ്പോഴാണ് സത്യങ്ങളെല്ലാം ഞാൻ മനസ്സിലാക്കിയത് എന്ന് പറയുന്നുണ്ട്. എന്ത് സത്യമെന്ന് വൈജ പുച്ഛത്തോടെ ചോദിക്കുന്നുണ്ട്. നിന്നെ അവിടുന്ന് അന്ന് എല്ലാരും കൂടി ജീപ്പിൽ വലിച്ചഴിച്ചുകൊണ്ട് പോയില്ലേ? ആ സമയത്ത് എൻ്റെ അമ്മ മരണസന്നായി കിടക്കായിരുന്നു. അതിനുശേഷം അമ്മ മരിച്ചു. ആ സമയത്താണ് നിന്നെ കൊണ്ടുപോയ കാര്യം എൻ്റെ ഒരു കൂട്ടുകാരൻ വഴി ഞാൻ അറിയുന്നത്. അമ്മയുടെ മരണവും അതിന്റെ ചടങ്ങുകളും എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ നിന്നെ അന്വേഷിച്ച് ആഗ്രയിലേക്ക് വന്നപ്പോൾ നിന്നെ കൊണ്ടുപോയി കഴിഞ്ഞിരുന്നു. അതിനുശേഷം ഞാൻ കൊല്ലപ്പള്ളിയിലേക്ക് വന്നു. അവിടെ വന്നപ്പോൾ നിന്റെ അച്ഛനും ആങ്ങളമാരും ചേർന്ന് എന്നെ അപമാനിച്ചു, എന്നെ ഉപദ്രവിച്ചു. അങ്ങനെയാണ് ഞാനവിടെ തിരികെ പോകുന്നത്. അങ്ങനെ നാട്ടിലേക്ക് എത്തിയതിനു ശേഷം എനിക്കൊരു ബൈക്ക് ആക്സിഡന്റ് ഉണ്ടായി. അത് വെറുതെ ഉണ്ടായതല്ല, നിന്റെ വീട്ടുകാരായിട്ട് ഉണ്ടാക്കിയെടുത്തതാ. ആ ആക്സിഡന്റിൽ എൻ്റെ ഒരു ഫ്രണ്ട് മരിച്ചുപോയി. ഞാൻ കോമാ സ്റ്റേജിലായിരുന്നു നീണ്ട 6 വർഷം. അതിനോടിടയ്ക്ക് ഞാൻ ഒന്നും അറിഞ്ഞിട്ടില്ല. നീയോ നിന്റെ കുഞ്ഞോ നമ്മുടെ മോള് അങ്ങനെ ഒരു കാര്യങ്ങളും ഞാൻ അറിഞ്ഞിട്ടുകൂടിയില്ല. വൈജ അത്ഭുതത്തോടെ നോക്കാണ്. അത് പിന്നെ എന്നോട് അവര് പറഞ്ഞത് ആ സമയത്ത് നിങ്ങളുടെ നിശ്ചയവും വിവാഹമൊക്കെ കഴിഞ്ഞതാണല്ലോ. അതെല്ലാം എൻ്റെ അച്ഛനും നിന്റെ കുടുംബക്കാരും കൂടി ഒപ്പിച്ച പണിയാ. നമ്മളെ തമ്മിൽ അകറ്റാൻ വേണ്ടിയിട്ട്. എല്ലാവർക്കും വേണ്ടത് ആത്മാഭിമാനം അന്തസ്സും ആണല്ലോ. ഒരു ക്രിസ്ത്യാനി ഹിന്ദുവിന് വിവാഹം കഴിക്കുന്നത് അവർക്കൊന്നും സങ്കല്പിക്കാൻ പോലും ആവില്ല. രണ്ടുപേരും വലിയ തറവാടികളല്ലേ. മോള് പിഴച്ചു പോയെന്ന് പറയാൻ നിങ്ങളുടെ അച്ഛനും, എൻ്റെ മകൻ ഒരു ഹിന്ദുവിനെ കൊണ്ട് വന്നെന്ന് പറയാൻ എൻ്റെ അച്ഛനും വലിയ നാണക്കേടായിരുന്നു. അതുകൊണ്ടാ അവർ അങ്ങനെ ഒരു കടുങ്കൈ ചെയ്തത്. നിങ്ങൾ എന്നിട്ട് എന്നെ അത് അന്വേഷിച്ചു കൂടെ ഇല്ലല്ലോ. ആര് പറഞ്ഞു? 6 മാസം കഴിഞ്ഞ് നടക്കാറായപ്പോ ഞാൻ നിന്നെ അന്വേഷിച്ചെത്തിയതാ. ആ സമയത്ത് നിന്റെയും ബാലചന്ദ്രന്റെയൊക്കെ വിവാഹം കഴിഞ്ഞെന്നാണ് എനിക്കറിയാൻ സാധിച്ചത് എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും വൈജ പറയാണ്, ഇല്ല, 1 വർഷത്തിന് ശേഷമാണ് എൻ്റെ വിവാഹം നടന്നത്. അതാണല്ലോ ഞാൻ പറഞ്ഞത്, എല്ലാം ഒരു കള്ളത്തരമായിരുന്നു. ഞാൻ ഈ നാട്ടിലേക്ക് എത്തിയ വിവരം പോലും നിങ്ങളുടെ അച്ഛനെ വിളിച്ചറിയിച്ചത് എൻ്റെ അച്ഛനാ. അങ്ങനെയാ നിങ്ങളുടെ അച്ഛനെയും കൂട്ടാളികളും കൂടി ചേർന്ന് നിന്നെ അവിടുന്ന് കടത്തിക്കൊണ്ട് പോയതും അവിടെ കൊണ്ട് ഒളിവിൽ താമസിപ്പിച്ചതും. ഞാൻ കുറെ അന്വേഷിച്ചു. അന്നിങ്ങനെ സോഷ്യൽ മീഡിയ ഫോണൊന്നും ആക്റ്റീവ് അല്ലല്ലോ. ഒരുപാട് ഞാൻ അന്വേഷിച്ചു നടന്നു. അന്നൊന്നും നിന്നെക്കുറിച്ചൊരു വിവരം എനിക്ക് കിട്ടിയില്ല. പോലീസ് സ്റ്റേഷനിൽ എന്ത് പറഞ്ഞാൽ കംപ്ലൈന്റ് കൊടുക്കും? എൻ്റെ കാമുകിയല്ലേ, എൻ്റെ ഭാര്യയല്ലല്ലോ. പക്ഷേ നിന്റെ വയറ്റിലുള്ള കുഞ്ഞ്, അതിനെങ്കിലും ഇത് നോക്കി കാണാൻ വേണ്ടി ഞാൻ ഒരുപാട് ആഗ്രഹിച്ചു. ആ സമയത്താണ് ഞാൻ അറിയാൻ സാധിച്ചത് ആ കുഞ്ഞ് മരിച്ചു പോയിന്ന്. അത് പിന്നെ ഞാൻ ഒന്നും അന്വേഷിച്ചില്ല. നിന്റെ വിവാഹം കൂടി കഴിഞ്ഞെന്നറിഞ്ഞപ്പോൾ പിന്നെ ഞാൻ ആ വഴിക്കോട്ട് പോലും വന്നില്ല. ഞാനൊന്ന് നേരെ നടക്കാൻ എനിക്ക് 3-4 വർഷം വേണ്ടി വന്നു. കുറെ എല്ലാം ഒന്ന് ഓക്കെയായി ആക്റ്റീവായി വന്നു. അപ്പോഴേക്കും വേറൊരു ജീവിതത്തിലേക്ക് കടക്കാൻ ഞാൻ തീരുമാനിച്ചു എന്ന് പറയുന്നുണ്ട്. വൈജ പറയാണ്, പക്ഷെ എന്നോടെല്ലാവരും നിങ്ങൾ ചതച്ച രീതിക്കാ പറഞ്ഞത്. നിങ്ങൾ വേറെ വിവാഹം കഴിച്ചു എന്നൊക്കെ പറഞ്ഞപ്പം അതെല്ലാം ഞാൻ പറഞ്ഞല്ലോ, 2 വീട്ടുകാരും കൂടി നമ്മളെ ചതച്ചതാ എന്ന് പറയുന്നുണ്ട്. സ്റ്റാൻലി, നമ്മുടെ കുഞ്ഞ് മരിച്ചുപോയി. എനിക്ക് നല്ല കോംപ്ലിക്കേഷൻ ആയിരുന്നു. ആ സമയത്ത് ഹോസ്പിറ്റലിലേക്ക് വന്ന് 2 ദിവസത്തിന് ശേഷമാണ് ഞാൻ കണ്ണു തുറന്നത്. അപ്പോഴേക്കും എൻ്റെ കുഞ്ഞ് മരിച്ചു പോയെന്നാ എല്ലാവരും പറഞ്ഞത്. ഞാൻ അലമുറയിട്ട് കരഞ്ഞു. എൻ്റെ അമ്മ വന്നു പ്രസവരക്ഷയ്ക്കായി. അവിടുന്ന് 3 മാസങ്ങൾക്ക് ശേഷമാണ് വേറെ വീട്ടിലേക്ക് പോയത്. എന്നൊരു മുറിയിൽ അടച്ചിട്ടിരിക്കുകയായിരുന്നു. അവിടുന്ന് കടുത്ത ഡിപ്രഷൻ, മാനസിക പ്രയാസം, അങ്ങനെ എല്ലാം അനുഭവിച്ച് കുറേ മാസങ്ങൾ ഞാൻ ആ മുറിക്കകത്ത് കഴിഞ്ഞുകൂടി. എന്തിനു വേണ്ടി ആഹാരം കഴിച്ചു, കുളിച്ചു, അങ്ങനെ ജീവിച്ചു പോന്നു. കൃത്യം 1 വർഷത്തിന് ശേഷമാണ് ബാലിന്റെ ആലോചന വരുന്നതും വിവാഹം കഴിക്കുന്നതും. അച്ഛൻ്റെയും ആങ്ങളമാരുടെയും എല്ലാ നിർബന്ധത്തിന് വഴങ്ങിയാണ് ഞാനത് സമ്മതിച്ചത്. ഒരുപാട് പണം കൊടുത്താ ഇവിടെ എന്നെ ജോലിക്ക് കയറ്റിയത്. അങ്ങനെ അച്ഛനും ആങ്ങളമാരും എല്ലാം എന്നെ പറഞ്ഞ് വിശ്വസിപ്പിച്ചു, നീ എന്നെ ചതിക്കുകയായിരുന്നു എന്ന്. അത് കേട്ടപ്പോൾ എനിക്ക് സഹിക്കാനായില്ല. ജീവനുവല്ലെ സ്നേഹിച്ച ആളെ ചതിച്ചു. പിന്നെ എന്തിനാണ് ഞാൻ എൻ്റെ ജീവിതം കളയുന്നെന്ന് എല്ലാവരും ചോദിച്ചുകൊണ്ട് ഞാനും അത് സമ്മതിച്ചു. അതാ ശരിക്കും ഉണ്ടായത് എന്ന് പറയുമ്പം എല്ലാവരും കൂടി നമ്മുടെ ജീവിതം വെച്ച് കളിക്കുകയായിരുന്നു വൈജയ്, അല്ലാതെ അതിൽ സത്യമൊന്നുമില്ല എന്ന് പറയുന്നുണ്ട്. പിന്നെ നീ അറിയാത്ത മറ്റൊരു കാര്യം കൂടിയുണ്ട്. നമ്മുടെ മകൾ മരിച്ചിട്ടില്ല എന്ന് പറയുമ്പം ചോദിക്കുകയാണ്, നമ്മുടെ മകൾ മരിച്ചിട്ടില്ലെന്ന് ആരാ സ്റ്റാലിനോട് പറഞ്ഞത്? അത് പിന്നെ എല്ലാവരും പറഞ്ഞു. അത് വെറും കള്ളവാ സ്റ്റാൻലി. കുഞ്ഞ് മരിച്ചു പോയതാ, എനിക്കറിയാം. അതിപ്പോ അലീനെ രക്ഷിക്കാൻ വേണ്ടി എല്ലാവരോടും കള്ളക്കഥ പറഞ്ഞതാ. അലീന എന്നൊരുത്തിയുണ്ട് എൻ്റെ ജീവിതം നശിപ്പിക്കാൻ വന്നവള്. വേണ്ട വൈജയ്, നിർത്ത്. അലീന നിന്റെ ജീവിതം നശിപ്പിക്കാൻ വന്നവളല്ല, അവൾ നമ്മുടെ മകളാ എന്ന് പറയുമ്പം ഇല്ല സ്റ്റാൻലി എന്ന് പറയുമ്പം ഇത്രയും കാലം അവൾ ആരുടെ വീട്ടിലായിരുന്നു എന്ന് നിനക്കറിയോ എന്ന് ചോദിക്കുമ്പം ഇല്ലെന്ന് പറയാണ്. അത് അവൾ എൻ്റെ വീട്ടിലായിരുന്നു എന്ന് പറയുന്നുണ്ട്. സ്റ്റാൻലിയുടെ വീട്ടിലോ? അതെ, എൻ്റെ വീട്ടില്. ഇത്രയും കാലം എൻ്റെ മോളായിട്ട് അവൾ അവിടെ തന്നെ ജീവിക്കായിരുന്നു. അത് നിനക്കറിയോ എന്ന് ചോദിക്കാണ്.
എൻ്റെ വീട്ടിലും വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. ഭാര്യയും മക്കളും എല്ലാവരും അറിഞ്ഞു എനിക്കൊരു മകളുണ്ടെന്ന്. അങ്ങനെ വലിയ വിഷയം ഉണ്ടായിട്ടും ഞാൻ എൻ്റെ മകളെ മുറുകെ പിടിച്ചു. അവളെ ഇന്നും കൊണ്ട് കൊണ്ടുവന്നത് പോലും ഞാനാ എന്ന് പറയുമ്പം അതൊക്കെ അത്ഭുതത്തോടെ കേട്ടു നിൽക്കാണ് വൈജ. അപ്പൊ അവള് നമ്മുടെ മകളാണെന്നാണോ പറഞ്ഞു തരുന്നത്? നീ എൻ്റെ അമ്മച്ചിയെ കണ്ട ഓർമ്മയുണ്ടോ നിനക്ക് എന്ന് ചോദിക്കുമ്പം ഇല്ല എന്ന് പറയാണ്. തൻ്റെ ഫോണിൽ നിന്നും ചിന്നമ്മയുടെ പഴയൊരു ഫോട്ടോ എടുത്ത് കാണിക്കാണ്. ദാ ഇതാരാ നോക്കിക്കേ, ഇത് അലീനയല്ലേ? അല്ല, അലീനയല്ല, ഇതെന്റെ അമ്മച്ചിയാ, ചിന്നമ്മ എന്ന് പറയുന്നുണ്ട്. നീ എൻ്റെ കൈകളിലേക്ക് തരാനിരുന്നത് എൻ്റെ അമ്മേനെയാ, എൻ്റെ പൊന്നമ്മേനെ. അമ്മ മരിച്ച അതേ സമയത്താണ് നമ്മുടെ മോളുണ്ടാവുന്നത്. എൻ്റെ അമ്മ തന്നെയാ നമ്മുടെ മകളായിട്ട് തിരികെ വന്നത്. നീ ഒന്ന് നോക്കിക്കേ, അതേ കണ്ണ്, അതേ രൂപം. നീ തന്നെ പറഞ്ഞില്ലേ അലീനയാണെന്ന്. അതാണ് എൻ്റെ അമ്മയും അലീനയുമായിട്ടുള്ള രൂപസാദൃശ്യം. അത് കണ്ടുകൊണ്ടാ എൻ്റെ കുടുംബക്കാരും എൻ്റെ അപ്പനും എല്ലാവരും വിശ്വസിച്ചത്. ഇപ്പോഴെങ്കിലും നിനക്ക് വിശ്വാസമായോ എന്ന് ചോദിക്കാണ്. എങ്കിലും വിശ്വാസമായെങ്കിൽ പോലും കുറച്ചൊരു വിശ്വാസമാകാത്ത രീതിയിൽ തിരിഞ്ഞു നിൽക്കുമ്പം പറയുന്നുണ്ട്, വൈജയ് ഞാൻ പറഞ്ഞത് സത്യമാണ്, അവള് നമ്മുടെ മകളാ എന്ന് പറയുന്നുണ്ട്. വൈജയ്ക്ക് സ്റ്റാലിയെ കെട്ടിപ്പിടിച്ചെന്ന് കരണമെന്നുണ്ട്. പക്ഷേ അവൾക്കതിന് സാധിക്കില്ല. രണ്ടുപേരുടെ നടുവില് ഒരു അതിർവരമ്പുണ്ടല്ലോ, അതുകൊണ്ട് അവളോടൊന്ന് വിങ്ങിപ്പൊട്ടി കരയുന്നുണ്ട്. എനിക്കിത് വിശ്വസിക്കാനാവുന്നില്ല സ്റ്റാൻലി എന്ന് പറയുമ്പം വിശ്വസിക്കണം, കാരണം വേറൊന്നുമല്ല, ബാലചന്ദ്രന് എല്ലാം അറിയാമായിരുന്നു. അത് കേട്ടപ്പോ വൈജയ്ക്ക് വീണ്ടും ഒരു ഷോക്കായിരുന്നു. ബാലനെ അറിയാമായിരുന്നോ? അതെ, എല്ലാം ബാലന് അറിയാമായിരുന്നു. അറിഞ്ഞുകൊണ്ടാ പാവം എന്റെ അടുത്തേക്ക് അലിനെ കൊണ്ടുവന്നത് പോലും അയാൾ എങ്ങനെയല്ല അറിഞ്ഞത് എന്ന് ചോദിക്കാണ്. ആദ്യം മുതലുള്ള ബാലൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം പറയാണ്. രേവതിക്കുട്ടിയുമായിട്ടുള്ള ഫോൺ ഹാക്ക് ചെയ്തതും മുത്തശ്ശനാണെങ്കിൽ, അതായത് വൈദ്യരാച്ചൻ സത്യങ്ങളെല്ലാം അറിഞ്ഞുകൊണ്ട് വൃജിത്താമ്മ പറഞ്ഞതുകൊണ്ട് പോയി അലീനെ കൂട്ടിക്കൊണ്ട് വന്നതും അവിടെ ഹോം നേഴ്സായിട്ട് നിർത്തിയതും തിരിച്ച് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നതും രേവതിക്കുട്ടിയുടെ ഫോൺ നമ്പർ ചോർത്തി ആ ഒരു വോയിസ് റെക്കോർഡ് ചോർത്തി ബാലൻ സത്യങ്ങളെല്ലാം അറിഞ്ഞതും പിന്നെ അവിടെ അങ്ങോട്ട് പോയി നീലഗിരിക്ക് പോയിട്ട് ഗംഗേനോട് ചോദിച്ച് സത്യങ്ങളെല്ലാം മനസ്സിലാക്കിയതും അലീനയുടെ കാര്യങ്ങൾ ചോദിച്ചതും അറ്റാക്ക് ഉണ്ടായതും അങ്ങനെ നേരെ പിന്നെ കുറേ കാലം അവളെ സംരക്ഷിച്ചതും സ്റ്റാലിയെ കണ്ടെത്തിയതും അങ്ങനെ എല്ലാ കാര്യങ്ങളും പറയാണ്. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ താനൊരു മായാലോകത്തിലാണോ എന്ന് സംശയിച്ച് നിൽക്കുകയാണ് വൈജ. തനിക്കിത് വിശ്വസിക്കാനാവുന്നില്ല. തൻ്റെ മകളാണോ അലീന? ഇത്രയും കാലം തൻ്റെ ഭർത്താവിനെ കൂട്ടിച്ചേർത്ത് താൻ എന്തൊക്കെ വൃത്തിയോട് പറഞ്ഞിരിക്കുന്നു, തൻ്റെ മോളെ എന്തുമാത്രം ഉപദ്രവിച്ചിരിക്കുന്നു, എന്തൊക്കെ പീഡിപ്പിച്ചിരിക്കുന്നു എന്നെല്ലാം വൈജ ഓർക്കാണ്. സ്റ്റാൻലി ശരിക്കും എൻ്റെ മകൾ തന്നെയാണോ എന്ന് ചോദിക്കുമ്പം അതേ വൈജെ, നീ ഇനി സംശയിക്കണ്ട, ഞാൻ പറഞ്ഞ സത്യമാണ്, വൈജ നമ്മുടെ സ്വന്തം മകളാ എന്ന് പറയുന്നുണ്ട്. എനിക്കൊരു സംശയമില്ല, കാരണം എൻ്റെ അമ്മ തന്നെയാണ് ആ മുമ്പിൽ നിൽക്കുന്നത്. ആ പൊക്കവും ആ വണ്ണവും ആ രൂപവും ആ മുടിയും ആ കണ്ണുകളും ചിരിയും സംസാരവും എല്ലാം എൻ്റെ അമ്മ തന്നെയാ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ വൈജ ആകപ്പാടെ തകർന്നടിഞ്ഞു നിൽക്കാണ്. ഒരേ സമയം രണ്ട് ഷോക്കാണല്ലോ. തൻ്റെ ഭർത്താവ് മരണപ്പെട്ടു, അതുപോലെ തൻ്റെ മകളാണെന്ന് അലീനയെന്ന് അറിഞ്ഞു. പിന്നെ വലിയൊരു അത്ഭുതം, തൻ്റെ ഭർത്താവിന് എല്ലാ കാര്യങ്ങളും അറിയായിരുന്നു എന്ന് പറയാണ്. ബാലചന്ദ്രൻ ഈ വിവരങ്ങളെല്ലാം തന്നോട് പറഞ്ഞാല് ആ നിമിഷം തന്നെ താൻ അറിഞ്ഞാൽ ആ നിമിഷം തന്നെ ഡിവോഴ്സ് ചെയ്യുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിരിക്കുകയായിരുന്നു. ഈ വീട്ടിലുള്ള എല്ലാവർക്കും കാര്യങ്ങളറിയാം. തൻ്റെ ഏറ്റവും ഇളയ മകളായ കൃഷ്ണമോൾക്കറിയാം, അലീനയ്ക്കറിയാം, പിന്നെ തൻ്റെ 3 ആങ്ങളമാർക്കറിയാം, തൻ്റെ അമ്മയ്ക്കറിയാം, പിന്നെ മനുവിനറിയാം. അത് മാത്രമല്ല ബാലേന്ദ്രന്റെ അളിയനായ ഗോവർദ്ധൻ അറിയാം, പിന്നെ മാമച്ചനും ഗ്രേസമ്മ അവർക്കും അറിയാം, രേവതിക്കുട്ടിക്കും അറിയാം എന്ന് സ്റ്റാലി പറയാണ്. അപ്പൊ ഇത്രയും പേരും തന്റെ മുമ്പിൽ കൂടി നടന്ന് തന്നെ നാണം കെടുത്തിക്കൊണ്ട് അതായത് പഴയ കാര്യങ്ങളെല്ലാം അറിയാമല്ലോ. എല്ലാം അറിഞ്ഞു വെച്ചുകൊണ്ടായിരുന്നു തന്നെ നോക്കിയതും സംസാരിച്ചതുമെല്ലാം. താൻ ഓരോ അഹങ്കാരം കാണിക്കുമ്പോഴും എല്ലാവരും മുള്ളും മുനയും വെച്ച് ഓർന്നൊക്കെ പറയായിരുന്നല്ലോ. അപ്പൊ എല്ലാം ഇതുകൊണ്ടാണെന്ന് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും അറിയാമായിരുന്നല്ലേ, എല്ലാവരുടെ മുമ്പിൽ ഞാനൊരു കളിപ്പാവയെ പോലെ ഞാനൊരു ബഫൂളിനെ പോലെ നിൽക്കുകയായിരുന്നല്ലേ എന്ന് വൈജി ചോദിക്കുകയാണ്. അതെ, എല്ലാവർക്കും അറിയായിരുന്നു. പക്ഷേ നീ അറിഞ്ഞാൽ ആ നിമിഷം തന്നെ നിന്നെ ഡിവോഴ്സ് ചെയ്യുന്ന ബാലേന്ദ്രൻ എല്ലാവരെയും ഭീഷണിപ്പെടുത്തി. അതുകൊണ്ടാണ് ആരുമൊന്നും പറയായിരുന്നത്. ഇതിപ്പോൾ ബാലേന്ദ്രൻ ഇവിടുന്ന് വിട പറഞ്ഞു. അതുകൊണ്ട് ഇനിയെങ്കിലും നീ ആ സത്യം അറിഞ്ഞിരിക്കണം എന്ന് എല്ലാവരും ഓർത്തു. അതുകൊണ്ടാണ് എന്ന് പറയുന്നുണ്ട്. വായിച്ചപ്പോഴേക്കും ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങാണ്. എന്നിട്ട് നേരെ പോയിട്ട് അലീനയുടെ മുറിലേക്കാണ് കേട്ടോ പോണത്. അപ്പം അലീനയും 2-3 മക്കളും അതുപോലെ തന്നെ സാവിത്രിയും അതായത് അമ്മയും എല്ലാവരും ഇരിക്കുകയാണ്. അലീനയുടെ നേർക്ക് ചെന്നിട്ട് ചോദിക്കുകയാണ്, നീ ആരാ എന്ന് ചോദിക്കുന്നുണ്ട്. അലീന അപ്പോൾ ചാടി എഴുന്നേൽക്കുന്നുണ്ട്. രോഹിത്തിനും ബബിതയ്ക്കും ആ സമയം സത്യങ്ങളെല്ലാം അറിയാമല്ലോ. അവരും അറിഞ്ഞതാണ് തൻ്റെ അമ്മയുടെ മകളാണ് അലീന ചേച്ചി എന്നുള്ള കാര്യം. എല്ലാവരും എഴുന്നേക്കാണ്.
നീ എൻ്റെ ആരാന്ന് ചോദിക്കുമ്പോഴേക്കും മുത്തശ്ശി ചോദിക്കാണ്, എന്താ വൈജെ, എന്താ കാര്യം? അലീനൊന്നും മിണ്ടാതെ നിൽക്കുകയാണേ. അപ്പോഴേക്കും ബബിത രോഹിയും കൃഷ്ണമോളും പറയുന്നുണ്ട്, ഇത് ചേച്ചിയാ, ഞങ്ങളുടെ സ്വന്തം ചേച്ചി. സ്വന്തം ചേച്ചി എന്ന് വെച്ചാ? അപ്പോഴേക്ക് രോഹി പറയുന്നുണ്ട്, അമ്മയെന്ന് വിളിക്കുമ്പോഴേക്കും സ്റ്റാൻലി ജോസഫിനെ അവർ പുറകിൽ കാണുന്നുണ്ട്. വൈദ്യരെ പിന്നിൽ അയാൾ നിൽക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് കാര്യങ്ങൾ മനസ്സിലായി. സ്റ്റാൻലി എല്ലാ സത്യങ്ങളും അമ്മയോട് തുറന്നു പറഞ്ഞു കഴിഞ്ഞുവെന്ന് അവർ പറയുന്നുണ്ട്. അതെ, അമ്മ അറിഞ്ഞില്ല, സത്യമാണ്. അലീന ചേച്ചി അമ്മ പ്രസവിച്ച അമ്മയുടെ മകൾ തന്നെയാ എന്ന് രോഹിയും കൃഷ്ണയും ബബിതയും പറയുന്നുണ്ട്. തൻ്റെ അമ്മയും പറഞ്ഞു. എല്ലാവരും കൂടെ പറഞ്ഞപ്പോൾ തനിക്ക് വിശ്വസിക്കാതിരിക്കാൻ പറ്റില്ല. ഗംഗേട്ടനും ഗോവർദ്ധനും ശിവശങ്കരനും മനു എല്ലാവരും കൂടി അകത്തേക്ക് കയറി വരുന്നുണ്ട്. അതെ ആൻറ്റി അറിഞ്ഞില്ല, സത്യമാണ്. ഞങ്ങളിതെല്ലാം നേരത്തെ അറിഞ്ഞതാ. ആൻറ്റിയുടെ സ്വന്തം മകളാ അലീന. ആ മകളെയാണ് ഇത്രയും കാലം ബാലേട്ടൻ പൊന്നുപോലെ നോക്കിയത് എന്ന് സുലോചന പറയുന്നുണ്ട്. നിങ്ങളുടെ മകളാണ് നിങ്ങൾ പിഴച്ചു പ്രസവിച്ചെന്ന് അറിഞ്ഞിട്ട് പോലും ആ പാവം ആ കുട്ടിയെ ഉപേക്ഷിക്കാൻ തയ്യാറായില്ല. ആൻറ്റിയുടെ മകളെ പൊന്നുപോലെ നോക്കുകയായിരുന്നു എന്ന് പറയുന്നുണ്ട്. വൈദ്യക്ക് ഇന്ന് വിശ്വസിക്കാനാവുന്നില്ല. അലീന അപ്പോഴേക്കും വൈദ്യര് ചോദിക്കാണ്, ഇപ്പൊ സത്യങ്ങളെല്ലാം എല്ലാവരും അറിഞ്ഞില്ലേ, ഇനിയെങ്കിലും ഞാൻ അങ്ങനെ വിളിച്ചോട്ടെ എന്ന് ചോദിക്കാണ്. എങ്ങനെയെന്ന് വൈദ്യ ചോദിക്കുമ്പം അമ്മയെന്ന് വിളിക്കാണ്. ആ വിളി കേട്ടതും വൈജ ചങ്ക് പൊട്ടി കരയുന്നുണ്ട്. അന്ന് ഒരു നോക്ക് കാണാൻ താൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. തൻ്റെ മാറി നിന്നും തൻ്റെ കുഞ്ഞ് പാല് കൊടുക്കണമെന്ന് അവൾ ഒരുപാട് ആശിച്ചിരുന്നു. അതൊന്നും സംഭവിച്ചില്ല. അതോർത്ത് ഒരുപാട് രാത്രികൾ അവൾ വിങ്ങിപ്പൊട്ടി കരഞ്ഞു. മാറിൽ നിന്നും പാല് ചേർന്ന് പോകുമ്പോഴെല്ലാം തൻ്റെ കുഞ്ഞിനെ ഓർത്ത് തേങ്ങി കരയുകയായിരുന്നു വൈജ അലീനെ ഒരു നിമിഷം കെട്ടിപ്പിടിച്ച് കരയുന്നുണ്ട്. ആ വീടാകപ്പാടെ ഒരു ശോകമുഖമായി കഴിഞ്ഞു. ബാലചന്ദ്രൻ മരിച്ചതിന്റെ ഷോക്കിലിരിക്കുകയായിരുന്നല്ലോ എല്ലാവരും. ആ സമയത്താണ് ഇങ്ങനൊരു തിരിച്ചറിവ് കൂടി നടക്കുന്നത്. അമ്മ മകളെ തിരിച്ചറിഞ്ഞ നിമിഷം 24 വർഷങ്ങൾക്ക് ശേഷം കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയാണ് വൈജ മോളേന്ന് വിളിച്ചുകൊണ്ട്. അത് കണ്ടുകൊണ്ട് എല്ലാവരും കണ്ണിൽ നിന്ന് കണ്ണുനീര് ഒഴുകുന്നുണ്ട്. ഈ സമയം സ്റ്റാൻലി പറയാണ്, ഗംഗാധരൻ മേനോൻ, ശരിയെന്നാൽ ഞാൻ ഇവിടുന്ന് ഇറങ്ങാണ്. അലീനെ എപ്പോഴാന്ന് വെച്ചാൽ അങ്ങോട്ടേക്ക് എത്തിച്ചേക്കണം എന്നും പറഞ്ഞുകൊണ്ട് അവിടുന്ന് ഇറങ്ങുന്നുണ്ട്. സ്റ്റാൻലി കടപ്പാട്ടൊരു വീട്ടിൽ പടിയിറങ്ങിപ്പോവാണ്. വൈജയും അലീനയും ആ കാഴ്ച നോക്കി നിൽക്കുന്നുണ്ട്. അമ്മ മകളെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു, മകൾ അമ്മയും. അങ്ങനെ രണ്ടുപേരും അവിടെ നിൽക്കുമ്പോൾ വൈജയനെ നെഞ്ചത്തോട് ചേർത്ത് കിടത്തി അലീന കരയുന്നുണ്ട്. ഇതിൻ്റെ ബാക്കിയൊരു എപ്പിസോഡ് ഭയങ്കര ത്രില്ലിംഗ് ആണ് കേട്ടോ. അത് നമ്മൾ അടുത്തൊരു വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. മിസ്സാവാതിരിക്കാൻ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഹൈപ്പ് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.